ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൺ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്, അതുപോലെ തന്നെ കുറച്ച് മോഡൽ ഓക്സിലറി വെർബൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ റൺ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് കാശ് ചിലവാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് റൺ അപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഡോണ്ട് ലെറ്റ് യുവർ ബിൽസ് റൺ അപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബില്ലാവരുത് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ റൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി എന്നുള്ളതാണ് റൺ അപ്പ്. അപ്പം ബില്ല് ഒരുപാട് അപ്പ് ആവരുത് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ, റൺ അപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ റൺ ഡൗൺ ആണ്. റൺ ഡൗണിന് നാല് മീനിങ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. നമുക്കറിയാലോ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു മീനിങ്ങോ രണ്ട് മീനിങ് അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ഒക്കെ വരാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മീനിങ്സ് ആണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, റൺ ഡൗൺ, സ്റ്റോപ്പ്, പിന്നെ ബിക്കം വീക്ക്, ടു സ്പീക്ക് ഇൽ ഓഫ് സം വൺ, സെർച്ച് ആൻഡ് ഫൈൻഡ്. അങ്ങനെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. റൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, അതായത് നിർത്തുക എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ അവസാനിക്കുക എന്നുള്ളൊരു മീനിങ്. ബിക്കം വീക്ക്, ആകെ വീക്കാവുക. ടു സ്പീക്ക് ഇൽ ഓഫ് സം വൺ, ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ പറയുക. പിന്നെ സെർച്ച് ആൻഡ് ഫൈൻഡ്, കണ്ടുപിടിക്കുക, ആ ഒരു മീനിങ് ഒക്കെയാണ് റൺ ഡൗൺ. അപ്പോൾ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. റൺ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മുകളിലൊക്കെ നിന്നിട്ട് താഴത്തേക്ക് ഓടുകയാണെന്ന് വിചാരിച്ചോ, റൺ ഡൗൺ. അപ്പോൾ താഴെ എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും അല്ലേ, സ്റ്റോപ്പ് ആവും. പിന്നെ ഇത്രയും ഓടിയതല്ലേ, ഡൗൺ വരെ നമ്മൾ ഓടിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വീക്കാവും എന്നാലോചിക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഓർത്ത് വെച്ചേക്കാം, ഡൗൺ ആണല്ലേ. അപ്പോൾ ഒരാളെക്കുറിച്ച് ഡൗൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുക, ആ ഒരു മീനിങ് ആണ് ടു സ്പീക്ക് ഇൽ ഓഫ് സം വൺ. പിന്നെ സെർച്ച് ആൻഡ് ഫൈൻഡ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളുണ്ട്. റൺ ഡൗൺ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റോപ്പ്, ബിക്കം വീക്ക്, ടു സ്പീക്ക് ഇൽ ഓഫ് സം വൺ, സെർച്ച് ആൻഡ് ഫൈൻഡ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 3 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ദ ക്ലോക്ക് ഹാസ് റൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വീക്കായി തുടങ്ങി, അല്ലെങ്കിൽ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഹി ഓഫൺ റൺസ് ഡൗൺ ഹിസ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ മീനിങ് ആണ് ടു സ്പീക്ക് ഇൽ ഓഫ് സം വൺ. അവൻ എപ്പോഴും അവൻ്റെ നെയ്ബേഴ്സിനെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ആ ഒരു മീനിങ് ആണ് ഹി ഓഫൺ റൺസ് ഡൗൺ ഹിസ് നെയ്ബേഴ്സ്. നെക്സ്റ്റ് വൺ ദ പോലീസ് റാൻ ഡൗൺ ദ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ പോലീസ് ക്രിമിനൽസിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ആ ഒരു മീനിങ് ആണ് ഇവിടുത്തെ റാൻ ഡൗൺ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റൺ ഡൗൺ എന്ന് കൊടുത്താലും അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ, റാൻ എടുക്കാം. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, സ്റ്റോപ്പ്, ബിക്കം വീക്ക്, ടു സ്പീക്ക് ഇൽ ഓഫ് സം വൺ, സെർച്ച് ആൻഡ് ഫൈൻഡ്. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വൺ എന്തായിരുന്നു, റൺ അപ്പ്, സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി കേട്ടോ. അടുത്ത് നോക്കാം, മൂന്നാമത്തെ റൺ ഓവർ ആണ്. റൺ ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ക്വിക്ക്ലി, അതേപോലെ തന്നെ ബി ഹിറ്റ് ബൈ എ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ 2 മീനിങ് ആണ് മെയിനായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വണ്ടി വന്നിടിക്കുക, ആ ഒരു കേസൊക്കെ നമ്മൾ റൺ ഓവർ പറയും. അതുപോലെ തന്നെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, നമ്മൾ പെട്ടെന്ന് ബുക്കൊക്കെ നോക്കിയിട്ട് പഠിക്കില്ലേ, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ റൺ ഓവർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് എങ്ങനെ പറയാം, ഇപ്പം നമ്മൾ ഓവറായിട്ട് റൺ ചെയ്തു എന്ന് വിചാരിച്ചോളൂ, നമ്മൾ ഓവറായിട്ട് റോഡിലൊക്കെ പോയിട്ട് ഓടിയെന്ന് വിചാരിച്ചോ, റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോൾ ഒരു വണ്ടിയൊക്കെ വന്ന് ഇടിക്കും അല്ലേ. അപ്പോൾ ബി ഹിറ്റ് ബൈ എ വെഹിക്കിൾ എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ റൺ ഓവർ എന്ന് പറയുമ്പോൾ ബി ഹിറ്റ് ബൈ എ വെഹിക്കിൾ. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം, ഓടിച്ച് പഠിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയില്ലേ. അപ്പോൾ ഓടിക്കുക, അതായത് റണ്ണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ക്വിക്ക്ലി, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കുക, ആ ഒരു രീതിയിലാണ് റൺ ഓവർ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. എ കാർ റാൻ ഓവർ ഹിം ആൻഡ് കിൽഡ് ഹിം ഓൺ ദി സ്പോട്ട്. കണ്ടോ, റാൻ ഓവർ. അപ്പോൾ റണ്ണിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. എ കാർ റാൻ ഓവർ ഹിം ആൻഡ് കിൽഡ് ഹിം ഓൺ ദി സ്പോട്ട് എന്ന് പറഞ്ഞാൽ അവനൊരു വണ്ടി ഇടിച്ചു, അവനപ്പം തന്നെ മരിച്ചു എന്നുള്ളൊരു മീനിങ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് വി വിൽ ജസ്റ്റ് റൺ ഓവർ ദി മെയിൻ പോയിൻറ്റ്സ്. അതായത് മെയിൻ പോയിൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഓടിച്ചു നോക്കാം എന്നുള്ളൊരു മീനിങ് ആണ് വി വിൽ ജസ്റ്റ് റൺ ഓവർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ റൺ ഓവറിന് നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കാം, റൺ ഔട്ടാണ്. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ കം ടു ആൻ എൻഡ്, അതുപോലെ തന്നെ എക്സോസ്റ്റഡ്, അതായത് എല്ലാം അവസാനിക്കുക, സ്റ്റോപ്പ് ചെയ്യുക, എക്സോസ്റ്റഡ് ആവുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വി റാൻ ഔട്ട് ഓഫ് പെട്രോൾ ഹാഫ് വേ ത്രൂ ദി ജേർണി. അതായത് ഞങ്ങളുടെ പെട്രോൾ തീർന്നു പോയി, അല്ലെങ്കിൽ അവസാനിച്ചു അല്ലേ, പകുതി ആയപ്പോൾ തന്നെ ഞങ്ങളുടെ വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയി എന്നുള്ളൊരു മീനിങ് ആണ് റൺ ഔട്ട്.
ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. റൺ അപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബില്ലൊക്കെ അപ്പാവരുത് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം കേട്ടോ. സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. റൺ ഡൗൺ എന്ന് പറയുമ്പോൾ മോളിൽ നിന്ന് താഴത്തേക്ക് ഓടുകയാണ്, എന്നിട്ട് അവസാനം വന്ന് നിൽക്കും, സ്റ്റോപ്പാവും, പിന്നെ വീക്കാവും, പിന്നെ ആരെങ്കിലും കുറിച്ച് ദോഷം പറയാം. ടു സ്പീക്ക് ഇൽ ഓഫ് സം വൺ സെർച്ച് ആൻഡ് ഫൈൻഡ് ആണ്. നെക്സ്റ്റ് വൺ റൺ ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ക്വിക്ക്ലി ആണ്. അതുപോലെ തന്നെ ബി ഹിറ്റ് ബൈ എ വെഹിക്കിൾ. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ കം ടു ആൻ എൻഡ് ആൻഡ് എക്സോസ്റ്റഡ്. അടുത്തത് ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി. റൺ ഇൻ ടു അല്ലെങ്കിൽ റൺ അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ് കേട്ടോ. റൺ ഇൻ ടു അല്ലെങ്കിൽ റൺ അക്രോസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു ഒരു ചാൻസ് വഴി മീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് റൺ ഇൻ ടു അല്ലെങ്കിൽ റൺ അക്രോസ്. പിന്നെ റൺ ആഫ്റ്റർ ഉണ്ട്. നമുക്കറിയാലോ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകെ വരിക എന്നൊക്കെ ഒരു മീനിങ് അല്ല. അപ്പോൾ ടു ചേസ് ആണ് കേട്ടോ. റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടു ചേസ്. ഓക്കെ, ഒരാളെ ചേസ് ചെയ്യുക. റൺ ഇൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ആണ്. ഓക്കെ, റൺ ഇൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ്. അപ്പോൾ ചില ആൾക്കാർ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ കീഴടങ്ങി, പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി എന്നൊക്കെ പറയില്ല. അപ്പോൾ അവർ വേഗം ഓടി അകത്തേക്ക് കയറിയിട്ട് കീഴടങ്ങി എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ റൺ ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറസ്റ്റാണ്. നെക്സ്റ്റ് വൺ റൺ ഓൺ, കണ്ടിന്യൂ വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. അതായത് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ്. റൺ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ആണ്. നെക്സ്റ്റ് റൺ എവേ ആണ്. റൺ എവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക അല്ലേ. റൺ എവേ, എവേ പോയി, എവേ ഓടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് വന്നിട്ടുള്ളത്. റൺ എലോങ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഗോ എവേ ആണ് കേട്ടോ. റൺ എലോങ് എന്ന് പറഞ്ഞാൽ ഗോ എവേ, ദൂരെ പോകുക എന്നുള്ളൊരു മീനിങ് ആണ് റൺ എലോങ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കോ. ഒന്നും കൂടി പറയാം. റൺ ഇൻ ടു അല്ലെങ്കിൽ റൺ അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ് ആണ്. റൺ ആഫ്റ്റർ, ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ചേസ് ചെയ്യുക, ടു ചേസ്. റൺ ഇൻ, ഓടി അകത്തേക്ക് കയറുക, പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും. റൺ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. റൺ എവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക, എവേ ദൂരെ പോയി അല്ല. റൺ എലോങ് എന്ന് പറഞ്ഞാൽ ഗോ എവേ. അപ്പോൾ 1-2 പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഓർമ്മ വരും. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആലോചിക്കും. ഞാനൊരു 3 seconds തരാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ വേഗം ആൻസർ ചെയ്യുക. ബാറ്ററി ഓഫ് റിമോട്ട് ഹാസ് ഡാഷ്. എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ റൺ ഡൗൺ ആണ് കേട്ടോ. റൺ ഡൗൺ ആണ്. അപ്പോൾ റൺ അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ, കുറേ കാശ് ചിലവാക്കുക എന്നുള്ളൊരു മീനിങ്. അപ്പോൾ അതെന്തായാലും വരില്ല. പിന്നെ റൺ ഓവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വണ്ടി വന്ന് ഇടിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓവറായിട്ട് ഓടിക്കഴിഞ്ഞാൽ വണ്ടി വന്ന് ഇടിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അല്ലെങ്കിൽ പുസ്തകമൊക്കെ വേഗം റെഫർ ചെയ്യുക, ക്വിക്കിലി നോക്കുക എന്നൊക്കെ ഒരു മീനിങ്. അപ്പോൾ അതുമല്ല. റൺ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേസ് ആണ്. അപ്പോൾ ഇവിടെ റിമോട്ടും ബാറ്ററി ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. സോ ആൻസർ ഇസ് റൺ ഡൗൺ. റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ വീക്കാവുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലേ. സോ ആൻസർ ഇസ് റൺ ഡൗൺ. നെക്സ്റ്റ് വൺ നോക്കാം. ഹി ഡാഷ് ഫ്രം ഹിസ് ഹോം അറ്റ് ദി ഏജ് ഓഫ് 14. ഇതിന് ആൻസർ എന്തായിരിക്കും? ഹി ഡാഷ് ഫ്രം ഹിസ് ഹോം അറ്റ് ദ ഏജ് ഓഫ് 14. ആൻസർ റാൻ എവേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഓപ്ഷൻസ് നോക്കാം. റാൻ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ബില്ലാവുക അല്ലേ, കുറേ പൈസ ആവുക എന്നുള്ളൊരു മീനിങ്. അതല്ല. റാൻ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഇടിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. റാൻ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ചേസ് ആണ്. അപ്പോൾ അതും അല്ലല്ലോ. പിന്നെന്താ വരുന്നത്? ഹീ റാൻ എവേ ഫ്രം ഹിസ് ഹോം അല്ലേ. റാൻ എവേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു അറ്റ് ദ ഏജ് ഓഫ് 14 എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ. ഇറ്റ് ഈസ് ഈസിയർ ഡാഷ് അതേഴ്സ് ദാൻ ടു ഡു ബെറ്റർ ദാൻ ദേ ഹാവ് ഡൺ. ഇത് PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഈസിയർ ഡാഷ് അതേഴ്സ് ദാൻ ടു ഡു ബെറ്റർ ദാൻ ദേ ഹാവ് ഡൺ. ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഒന്ന് വേഗം ആലോചിച്ച് നോക്കിയേ. ആൻസർ ടു റൺ ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. റൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഹിറ്റ് ബൈ എ വെഹിക്കിൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ക്വിക്ക്ലി ആണ്. ടു റൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? റൺ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക വിത്തൗട്ട് എന്താ പറയുക, ഇൻട്രപ്ഷൻ ഒന്നും ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അതും അവിടെ തെറ്റാണ്. പിന്നെ ടു റൺ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു റൺ ഇൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക അല്ലേ, അകത്തേക്ക് ഓടി വരിക. അപ്പം എന്ത് പറ്റും? പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുമല്ല. പിന്നെ ഇവിടെ എന്താ വരുന്നത്? ടു റൺ ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു 4 മീനിങ്സിനകത്ത് ഒരു മീനിങ് എന്തായിരുന്നു? ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ വീക്ക് ആവുക, പിന്നെന്താ? ടു സ്പീക്ക് ഇൽ ഓഫ് സമ്മൺ, ആരെങ്കിലും കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിക്കുക അല്ലേ.
പിന്നെയുള്ളത് സെർച്ച് ആൻഡ് ഫൈൻഡ്. അപ്പോൾ ഇവിടെ വരുന്ന മീനിങ് എന്താ? ടു സ്പീക്ക് ഇൽ ഓഫ് സമ്മൺ ആണ്. ഇറ്റ് ഈസ് ഈസിയർ ടു സ്പീക്ക് ഇൽ ഓഫ് സമ്മൺ ദാൻ ടു ഡു ബെറ്റർ ദാൻ ദേ ഹാവ് ഡൺ. അതായത് ആരെങ്കിലും കുറിച്ചൊക്കെ മോശം പറയാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അവർ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും എളുപ്പം മോശം പറയാമെന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കണം. അടുത്ത് നമുക്ക് കുറച്ച് മോഡൽ ഓക്സിലറി വെർബ്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അതുപോലത്തെ ഒരു പാറ്റേൺ ഇവിടെ ഇട്ടിട്ടുള്ളത്. നോക്കിക്കോളൂ. വി ഓട്ട് ടു റെസ്പെക്റ്റ് അവർ എൽഡേഴ്സ്. വാട്ട് ഇസ് ദി യൂസ് ഓഫ് മോഡൽ ഓക്സിലറി? ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ യെസ്, ഈ ഓട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മോറൽ ഡ്യൂട്ടിയാണ് കേട്ടോ, നമ്മുടെ ഡ്യൂട്ടിയാണ്. വി ഹാവ് ടു റെസ്പെക്റ്റ് അവർ എൽഡേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് അഡ്വൈസ് ഒന്നുമല്ല, എബിലിറ്റി അല്ല, പെർമിഷൻ അല്ല, എന്താണ്? നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഓട്ട് ടു അല്ലെങ്കിൽ അതുപോലെ തന്നെ ഷുഡ്, ഇതൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ അഡ്വൈസ്, ഈ ഒരു മീനിങ് ഒക്കെയാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ളത് ഡ്യൂട്ടിയാണ്, മോറൽ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. വാട്ട് ഇസ് ദി യൂസ് ഓഫ് മോഡൽ ഓക്സിലറി? ഇറ്റ് മേ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മേ ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. വാട്ട് ഇസ് ദി യൂസ് ഓഫ് മോഡൽ ഓക്സിലറി? ആൻസർ വരുന്നത് എന്താണ്? പോസിബിലിറ്റിയാണ് അല്ലേ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ള പോസിബിലിറ്റിയാണ്. അതാണ് ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ മൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം മൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അത് പാസ്റ്റ് ആവണം എന്ന് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പാസ്റ്റ് ആവണം എന്ന് തന്നെ നിർബന്ധമില്ല. അല്ലാത്ത കേസുകളിൽ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നടക്കാനുള്ള ചാൻസ് കുറച്ചും കൂടെ കുറവാണ്. അതായത് മെയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് മേയ്ക്ക് ഒരു 60% ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. മൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 30% നടക്കാൻ ചാൻസ് ഉള്ളൂ. അതാണ് മൈറ്റിൻ്റെ ഒരു വ്യത്യാസം, മേയും മൈറ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം. സോ ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്, ഈ മേ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് പോസിബിലിറ്റി. മൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പോസിബിലിറ്റി കുറഞ്ഞേനെ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. ഇഫ് യു ഹാഡ് ഹെൽപ് ദം ഹി മൈറ്റ് ഹാവ് താങ്ക്ഡ് യു. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദി മോഡൽ ഓക്സിലറി? ഇഫ് യു ഹാഡ് ഹെൽപ് ദം ഹി മൈറ്റ് ഹാവ് താങ്ക്ഡ് യു. അപ്പോൾ ഇവിടെ എന്താ മീനിങ് വരുന്നത്? ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് പോസിബിലിറ്റി അല്ലേ, പോസിബിലിറ്റിയാണ്. അതായത് നീ അവനെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അവൻ തിരിച്ച് താങ്ക് യു പറഞ്ഞേനെന്നുള്ളൊരു മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്, ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെർമിഷനൊന്നുമല്ല, ഒബ്ലിഗേഷൻ അല്ല. ഒബ്ലിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കർത്തവ്യമാണ് കേട്ടോ, അതല്ല. പ്രൊഹിബിഷൻ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? പോസിബിലിറ്റി. നെക്സ്റ്റ് വൺ, കുഡ് യു ടെൽ മീ യുവർ നെയിം. വാട്ട് ഇസ് ദി യൂസ് ഓഫ് ദി മോഡൽ ഓക്സിലറി? അപ്പോൾ ഇവിടുത്തെ മോഡൽ ഓക്സിലറി ഏതാണ്? കുഡ് ആണ് അല്ലേ. അപ്പോൾ കുഡ് യു ടെൽ മീ യുവർ നെയിം. അപ്പോൾ എന്താ സംഭവം? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. വാട്ട് ഇസ് ദി യൂസ് ഓഫ് ദി മോഡൽ ഓക്സിലറി? ഇവിടുത്തെ ആൻസർ വരുന്നത് റിക്വസ്റ്റ് ആണ് കേട്ടോ, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. നമ്മൾ റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കുഡൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, സുരേഷ് കുഡ് സ്റ്റിൽ ബി വെയിറ്റിംഗ് ഫോർ എ ടാക്സി. ഇവിടുത്തെ കുഡിൻ്റെ മീനിങ് എന്തായിരിക്കും? ഈ മോഡൽ ഓക്സിലറിയുടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും വരുന്നത്? ആൻസർ പ്രോബബിലിറ്റിയാണ്. കണ്ടോ, സുരേഷ് കുഡ് സ്റ്റിൽ ബി വെയിറ്റിംഗ് ഫോർ എ ടാക്സി. അപ്പം ഇപ്പോഴും അവൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം എന്നുള്ളൊരു മീനിങ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ് വന്നിട്ടുള്ളത് കേട്ടോ, ചാൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റണ്ണ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബൊക്കെ പഠിച്ചു അല്ലേ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ നോക്കുക. അതേപോലെ തന്നെ ഈ മോഡൽ ഓക്സിലറി ഇതേപോലെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. കുഡ് യു ടെൽ മീ യുവർ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൻ്റെ യൂസ് ഏതെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ നമ്മളോട് ചോദിക്കുന്നത് ഡാഷ് യു ടെൽ മീ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ പാറ്റേൺ മാറ്റിയതുകൊണ്ടാണ് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇട്ടത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നന്നായിട്ടിരുന്ന് പഠിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.